കഴിഞ്ഞ ദിവസം പള്ളിയിൽ കുർബാനയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടൊരു കാര്യം ഇങ്ങനെ വേദനിപ്പിച്ചേ. അതായത് ഇങ്ങനെ ഒരാൾ ഇപ്പോൾ കുർബാന തുടങ്ങിയപ്പോൾ മുതൽ ഇയാൾ എന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, എല്ലാ സമയവും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുർബാനയുടെ സ്വീകരണ സമയമായപ്പോഴേക്കും ഇദ്ദേഹം മൊബൈൽ പതുക്കെ താഴെ വെച്ചിട്ട് പോയി കുർബാന സ്വീകരിക്കുകയാണ്. കുർബാന സ്വീകരിക്കുന്നു, തിരിച്ചു വരുന്നു, പിന്നെയും മൊബൈലിൽ നോക്കുന്നു. അപ്പം നമുക്കത് ഭയങ്കര വിഷമമായിപ്പോയി. അതായത് നമ്മൾ പല ആൾക്കാരും ഇത് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞു, ഈ ചേച്ചി എന്നപ്പം ചില ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പരസ്പര സംസാരമാണ്. എന്നിട്ട് പോയി കുർബാന സ്വീകരിക്കുന്നു. കുർബാന തുടങ്ങിയപ്പോൾ സംസാരമാണ്. കുർബാന സ്വീകരണ സമയത്ത് ഇത് പോയി കുർബാന സ്വീകരിക്കുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ കുർബാനയുടെ മഹത്വം അറിയാതെ ആ സമയത്ത് കംപ്ലീറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് ആ സമയത്ത് പോയി കുർബാന സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബൈബിളിൽ വചനമുണ്ട്, കൊരിന്തോസ് 11:28 വചനമുണ്ട്. നിങ്ങൾ ശരീരത്തെ വിവേചിച്ചറിയാതെ ഈശോയുടെ രക്തം ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ചിലർ മരിച്ചു പോകാനും കാരണം ഇതാണ്. നമ്മൾ അയോഗ്യതയോടുകൂടി ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ ശിക്ഷാവിധിയാണ് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും രണ്ടാം വരവിൻ്റെയും വലിയ കൃപകൾ നമുക്ക് തരുന്ന സമയങ്ങളാണ് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് പരിശുദ്ധ കുർബാന. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് ഈശോയുടെ കാര്യങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ ശക്തമായ അഭിഷേകം നമുക്ക് കിട്ടും. CCC 1416 പറഞ്ഞ കാര്യമുണ്ട്. പരിശുദ്ധ കുർബാന സ്വീകരണം നമ്മളെ ലഘുപാപങ്ങളെ നമുക്ക് പൊറുതി ലഭിക്കുന്നു, മാരക പാപങ്ങളെ സംരക്ഷിക്കുന്നു, സഭയുമായി നമ്മളെ ഐക്യപ്പെടുത്തുന്നു. ലഘുപാപങ്ങൾക്ക് പൊറുതി ലഭിക്കുന്നു, നമ്മുടെ കുഞ്ഞു പാപങ്ങളെ പൊറുതി ലഭിക്കുന്നു, മാരക പാപങ്ങളെ സംരക്ഷിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അതിനെ അയോഗ്യതയോടുകൂടി ഭക്ഷിക്കരുത്. അയോഗ്യതയോടി അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ച് വേണം കുർബാനയ്ക്ക് പോകാൻ വേണ്ടി. കുഞ്ഞു പാപങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും കുർബാനയിൽ ശ്രമിക്കപ്പെടും. ഈ ഒരു കാര്യങ്ങളാണ് മനസ്സിലുണ്ടാവണേ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുവാണ്, ഈശോ അവഹേളിക്കപ്പെടുന്നുണ്ട്. കുർബാനയുടെ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈശോ അവഹേളിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ഒരു ബഹുമാനമില്ലാതെ കർത്താവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട് ഒരുപാട് പേര്. അപ്പം ഈശോ അവഹേളിക്കപ്പെടുന്നു. കർത്താവിൻ്റെ രക്തത്തോടാണ്, ഈശോയുടെ ശരീരത്തോടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോയാണ് ശരിക്കും വിഷമിക്കുന്നതേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ഒരു സമയത്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥന ചൊല്ലാമോ പ്രാർത്ഥന കമൻ്റ് ആയിട്ട് ഇടണം. 10 ഹേൽമേരി അടിച്ച് 10 ഹേൽമേരി കമൻ്റ് ഇടുക, 5 ഹേൽമേരി കമൻ്റ് ഇടുക. കാരണം അങ്ങനെ കൂടുതൽ പ്രാർത്ഥനകൾ നമുക്കിങ്ങനെ ചൊല്ലാൻ പറ്റണം. കർത്താവിൻ്റെ ശരീരം രക്തവും ഈ അവഹേളിക്കപ്പെടാൻ പാടില്ല. അവഹേളിക്കപ്പെടുന്ന ആൾക്കാർക്ക് മാറ്റം ഉണ്ടാവണം, അവർ തിരിച്ചു വരണം, അവർക്ക് മാനസാന്തരം ഉണ്ടാവണം. ഈശോയുടെ ശരീരം രക്തവും പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനകൾ ചൊല്ലാം. ഏത് പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് അത് ബാക്കി ആൾക്കാർക്ക് മോട്ടിവേഷൻ ആകാൻ വേണ്ടി നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. ഉറപ്പായിട്ടും ഒരുപാട് പ്രാർത്ഥന ഉയരട്ടെ. ഈശോയുടെ ശരീരം രക്തവും പരിശുദ്ധ കുർബാന വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.